വേവിക്കാൻ വെക്കാം കേട്ടോ. ഇത് വേവുമ്പോൾ സമയം 2 മണിക്കൂർ. നമ്മുടെ ഗ്യാസ് കത്തുന്ന കത്തുന്ന ഞാൻ കാണിച്ചു തരാം. അവർക്ക് കത്തില്ല. എന്താണെന്നോ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇത്തിരി ഉപ്പ് ഇടാം. നമുക്ക് ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിന് മാത്രം ഒരു നുള്ളു ഉപ്പിടാം. ഈ വെള്ളം മതിയാവും എന്നുള്ള വിശ്വാസത്തിന് ഞാൻ വെക്കുകയാണ്. ഗ്യാസ് ഭയങ്കര ലോ ആയിട്ട് കത്തണമെന്ന് 2 മണിക്കൂർ പറഞ്ഞ സാധനങ്ങളാണ്. കണ്ടോ കത്തണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗ കത്തിക്കാം. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉരുട്ടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു സുഖയിലാണ് ഡബലരണ കുറച്ചോർക്കത്ത് പറയാം. ഒരു ഏട്ടൻ പറഞ്ഞില്ലേ, കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലെ ഇടയിൽ കൂടെ സംസാരിക്കണ്ട. ഓ ദീനണ്ണ, அதோட நம்மள டிஸ்டர்ப் ചെയ്തു. ஓ அதனாலதான் ரேணு பேசாம கம்முன்னு இருக்கிறாங்க. ஏன்னா நீங்க சொன்னீங்களாமா கமெண்ட் வழி ஒருத்தருங்க வேலை செய்யும்போது டிஸ்டர்ப் பண்ணக்கூடாதுன்னு. அப்படியா? അതായത് എന്താ പറയുക, അവർക്ക് സുഖിയൻ റെഡി. ഷേപ്പിലൊക്കെ ചിലപ്പോൾ വല്ല വ്യത്യാസം വരും, ഒക്കെ ക്ഷമിക്കുക. சூப்பரா இருக்கா? சூப்பரா இருக்கா? எப்படி இருக்க? நல்லா இருக்கா? நல்லா இருக்கா? രേണു ഓടിപ്പോയി, അവിടേക്ക് ഓടിപ്പോയി കളയും. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മളിതാ ഇതിലിങ്ങനെ എടുക്കുക. ഈ എൻ്റെ മീൻകുട്ടി കണ്ട, എൻ്റെ മീൻകുട്ടി വന്നാൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മീൻകുട്ടി അടിപൊളിക്കാൻ അങ്ങനെ എടുക്കുന്നിടത്തൊന്നും കാണിക്കൂടി കളക്കാം. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ഇടുന്നു. ഓക്കെ, അങ്ങനെ എടുത്തു. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖിയൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, സ്നാക്സ് ആയിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയി വീഡിയോ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, പോയിട്ട് വരൂ. ഹലോ ചിലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ വീഡിയോ, പ്രത്യേകിച്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്കിപ്പോൾ നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമുക്കൊന്ന് അടുക്കളയിലോട്ട് പോകാം. ഓക്കെ, അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ സ്ഥിതാഗതി എന്താണെന്ന് നോക്കാം. ഞാനൊരു കുഞ്ഞ് സ്നാക്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാരുമില്ല തൽക്കാലം. ഒരു മിനിറ്റ്, അതൊന്ന് ഓഫ് ചെയ്യാം. അത് ആ ഫിഷ് ടാങ്കിൻ്റെ സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഓഫ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇടാം. ഓക്കെ, ഇതാ പാത്രമൊക്കെ നല്ല വൃത്തിയായി കഴുകി കതവൊക്കെ അടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രേണുമ്മ. അപ്പോൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. നല്ല പടവലങ്ങ മുളകുശും ഇപ്പോൾ വെച്ചിട്ട് ഇടൂ കേട്ടോ. എന്തതില്ല, തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ തേങ്ങയില്ല അവർ എന്താ ചെയ്യുക. എന്താ നല്ല പടവലങ്ങ മുളകുശും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിറക്കിയിട്ട് ഇടൂ കേട്ടോ. പിന്നെ ചോറ്, വേറെ ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല ഇവിടെ. പിന്നെ അതവിടെ തൈരുണ്ട്, തൈര്, അച്ചാറ്, പപ്പടം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇന്നത്തെ സ്പെഷ്യൽ അത്രയേ ഉള്ളൂ. വേറെ എന്താ സ്പെഷ്യൽ രേണുമ? ഓ, തുണിയിട്ടുണ്ടാ? ശരി, തുണി ഇടുന്നില്ല, അവിടെ തുണിയിട്ടിരിക്കുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചെന്നറിയോ, ഇന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ആ സ്നാക്സിന് ആവശ്യമായ ഒരു സാധനം ഞാൻ കുറച്ചൊന്ന് ഇവിടെ കാലം ഇതാ ഇതിൽ കുതിരാനിടാം. നമുക്ക് എന്താ അറിയോ, എവിടെയെന്നൊന്നും അറിയില്ല കേട്ടോ. നോക്കട്ടെ, ഒരു മിനിറ്റ്, എവിടെ ഇരിക്കും എല്ലാവരും. ഓക്കെ, ചെറുപയർ എവിടെയും നോക്കിയതായിരുന്നു. ഓക്കെ, ഇതാ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ നമുക്കിന്ന് എന്താ ചെയ്യാമെന്നറിയോ, ചെറുപയർ എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലങ്ങ് ഊറാനിടാം. ഊറാൻ മീൻസ് കുതിരാനിടാം. ഓക്കെ, മേഡത്തിന് അറിയില്ല, മേഡം കുളിച്ച് വരട്ടെ. ഞാനിതിൻ്റെ ഒരു അളവെടുക്കട്ടെ, ഒരു മിനിറ്റ്. ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ എടുക്കുന്നത് കേട്ടോ. ഇളകുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുപയർ എന്തായാലും ഇതാ ഇതെന്തിനാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 1 കപ്പ് വേണോ? നിറയുണ്ടാവില്ലേ? അപ്പോൾ 1 കപ്പ് വേണോ? 1 കപ്പ് വേണ്ട ഗായ്സ്, 1/2 കപ്പ് ഇട്ടാട്ടോ. നമുക്ക് ചുമ്മാ ഇതാക്കണം. ഞാൻ അതിന് കുറച്ചെടുത്തിട്ട് ഇതിങ്ങനെ കുതിരുമ്പോൾ കുറേ വരുമല്ലോ, അതുകൊണ്ട്
അപ്പോൾ അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അരക്കപ്പ് വീണ്ടും ഇതിലോട്ട് തന്നെ ഇടുന്നുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനിടാം. അപ്പോൾ ഇതിവിടെ കിടന്നിങ്ങനെ കുതിരട്ടെ. തേനി വയ്ക്കാൻ ഇപ്പോൾ വേറെ ഒന്നും കിട്ടിയില്ല, ഇത് കുതിരാനിടായിരുന്നു. ഞാനിത് കിട്ടിയപ്പോൾ ഫ്രണ്ടിൽ ഇത് കണ്ടപ്പോൾ നിങ്ങൾ എടുത്തുന്നേ ഉള്ളൂ. അവിടെ കിടന്ന് ഇനി കുതിരട്ടെ. ഓക്കെ, ഇതൊരു 1 മണിക്കൂർ, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അല്ലേ. 1 മണിക്കൂർ അതൊന്ന് കുതിരണം. അതായത് ഊറാൻ വയ്ക്കുക, കുതിരാൻ വയ്ക്കുക, എല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതെന്തിനപ്പോൾ ഞാൻ ഇടുന്നതെന്നറിയോ? അമ്മേ പൊട്ടിയാ, ഡപ്പേ പൊട്ടല്ലേ ഡപ്പേ. ഓക്കെ, അതവിടെ അങ്ങ് ഇട്ടു നമ്മൾ. ഇനി അതേപോലെ അങ്ങ് എടുത്ത് വയ്ക്കാം. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ്. എന്നിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ ഇനി വൃത്തിയാക്കാൻ. അപ്പോൾ ഇതെന്തിനാണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോവാം. അല്ല, അടുക്കളയിൽ നിന്ന് നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇനി റൂമിലോട്ട് പോവാം. ചോറ് കഴിച്ചിട്ടില്ല, അപ്പോൾ സമയം എത്രയെന്നറിയോ? ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലുണ്ട്. അയ്യോ, ഓക്കെ, നല്ല വെയിലുണ്ട്. സമയം ഇപ്പോൾ ഇതാ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് 1:30. രേണുവിനെ കാണാനില്ലല്ലോ. നമുക്കിവിടെ കുതിർക്കാൻ വെച്ച ചെറുപയറെടുത്ത് കഴുകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ചെറുപയറിൽ ഈ പച്ച കളർ വരുന്നത് അതെന്താ വഴിയുണ്ടോ? അതെങ്ങനെയാണ് ഈ വെള്ളം വരുന്നത്? പച്ച കളറായിട്ട് ഒരു വെള്ളം. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായി നല്ല ഇങ്ങനെ ഞരടി കഴുകാം നമ്മുടെ ചെറുപയർ. ഓക്കെ, ആടൊന്നും എത്തി നോക്കരുത് കേട്ടാ. എത്തി നോക്കണ്ട, പണിയാണ്. നല്ല കുട്ടികളെ അവിടെ ഇരുന്നോ. ഓക്കെ, ഉണ്ടാക്കിയിട്ട് തരാം കേട്ടാ. പാത്രത്തിൽ വെള്ളം എടുക്കാൻ മറന്നു. വെള്ളം ഇത് കറി. അപ്പോൾ നമ്മൾ ചെറുപയർ നല്ലപോലെ കുറച്ച് നല്ല വെള്ളം ഉപയോഗിച്ച് വീണ്ടും കഴിയട്ടെ. കാരണം നമ്മുടെ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മുടെ നാട്ടിൽ പോലെ ഇല്ല, അതുകൊണ്ട് കേട്ടോ. ഒന്ന് കഴുകുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉപയോഗിക്കാൻ വയ്ക്കാം. വെള്ളം കുറവാണ് അവിടെ. നന്നായി കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇത് വേവുമ്പോൾ സമയം 2 മണിക്കൂർ. നമ്മുടെ ഗ്യാസ് കത്തുന്ന കത്തുന്ന കാണിച്ചു തരാം. പുറത്ത് കത്തില്ല. എന്താണെന്ന് പറഞ്ഞോ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഇത്തിരി ഉപ്പ് ഇടാം കേട്ടോ. നമുക്ക് ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിന് മാത്രം ഒരു നുള്ളു ഉപ്പിടാം. ഈ വെള്ളം മതിയാവും എന്നുള്ള വിശ്വാസത്തിന് ഞാൻ വെക്കുകയാണ്. ഗ്യാസ് ഭയങ്കര ലോ ആയിട്ട് കത്തണമെന്ന് 2 മണിക്കൂർ പറഞ്ഞ സാധനങ്ങളാണ്. കണ്ടോ കത്തണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗ കത്തിക്കാം. ഇവിടെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാവ് കാച്ചാൻ വയ്ക്കാം. ഇതിനോട്ട് കുറച്ച് വെള്ളം എടുക്കാം. നമ്മൾ ആ ചെറുപയർ അതിനൊരു 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിനാണ് ഞാൻ എടുത്തിരുന്നു. ഇതിന് 1/2 കപ്പ് ചെറുപയർ ഇട്ടിട്ടുള്ളൂ. കാരണം ഒരുപാട് വേണ്ട, ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ആപത്താണ്. ശരിക്കും കുറച്ച് ഓർക്ക ശരി ഹെൽത്തി ആയി പോകില്ലേ? ഹെൽത്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് വെള്ളം എടുക്കട്ടോ. വെള്ളം ഇവിടുത്തെ വെള്ളം അങ്ങനെ കട്ടയാണ്, അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ അച്ച് കിട്ടാൻ വളരെ കുറവാണ്. അപ്പോൾ ഇതിന് ഇത്ര ഞാൻ തൊട്ടോണ്ടാണോ വേഗം വിസിലൊക്കെ തരുന്നു. വേഗം നല്ല മഴക്കാറുണ്ട്. അത് അങ്ങനെ ഇട്ട് മണി ഇട്ടോ വേറെ എന്തല്ലോ ഇട് ഇട്ടാ കൂടുന്നേ കൂടുമില്ല. വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട്. കൂടുതൽ വെള്ളത്തിന് വലിയ ഭാവമാണ്. അത് 2 വെച്ച് മതി. മധുരമല്ല കുഴപ്പമില്ല. ചെറുപയർ കുറച്ച് മധുരം അധികമായാലോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കിട്ടും. ഞാൻ നമുക്ക് ഇതിലൊത്തിരി വെള്ളം ഒഴിക്കാം. ഇവിടെ കിട്ടുണ്ടടി
ആലുവ ഇരിക്കടി അവിടെ ചേർത്തുണ്ടേ ഇന്നത്തെ മഴക്കാർ തുണിയൊക്കെ ഉണങ്ങുന്നതാണ്. വേണ്ട വേണ്ട. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം പാവ് വെച്ചാൽ വെക്കാം. ഓ അത് ഓണം നമുക്ക് ലൈറ്റ് മാത്രം മതി. നല്ല മഴ വരുന്ന പോലെ കേട്ടോ. നല്ല ഇരുട്ട് കുത്തി മഴ വരുന്നില്ല, ഒന്നും അറിയില്ല. നല്ല വെള്ളമാണ്. അവിടെ വെള്ളം തൊടാൻ തന്നെ പേടിയുണ്ട്. പൈസ കൊടുത്താൽ പോലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ ചെയ്യുക. നമ്മുടെ വെള്ളം കയറാനാണെങ്കിൽ പൈസ കൊടുത്താലും വെള്ളം കൊണ്ടുവരാൻ കഴിയും. കേൾക്കത്തില്ല തുടരാത്. കുറച്ച് ഈ പാവാവട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്നറിയോ? ഇതിലുള്ള ബാറ്റർ റെഡിയാക്കണം. ബാറ്റർ ഇതെല്ലാം പാവ് വെച്ചാൽ വെക്കാം. സ്റ്റവ് കത്തിനുണ്ട. അയ്യോ ഇതെന്നാവും നേരം വെച്ചിട്ടുണ്ടാവും. ഇത് കുക്കറായി കഴിഞ്ഞാൽ അപ്പുറത്ത് വയ്ക്കണം. ഓക്കെ, അതവിടെ കൊണ്ട് പാവാവട്ടെ. നമുക്ക് സുഖിയിലോട്ട് മാവ് വേണ്ടേ? ആ മാവ് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, ചെറുപയർ ഈ കൊല്ലം ഞാൻ ഓഫ് ചെയ്തു. മറ്റേ എന്നെ പാവായില്ലേ? ചെറുപയറൊക്കെ വന്നു. ചെറുപയർ വന്നു. പിന്നെ അതാ പറഞ്ഞത്. നമുക്ക് ഇത് വെള്ളം പാവ് ശരിക്കായില്ല, ആവണം. ഇരിക്കട്ടെ. ഇങ്ങനെ കിട്ടുന്നുണ്ടോ? അപ്പൊ നമുക്കിനി ഇതിലേക്കിട്ട മാവ് റെഡിയാക്കാം. റോസ്റ്റ് അത് അവിടെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെയുള്ള സംഭവം റെഡിയാക്കി വെക്കാം. ഇതിന് അപ്പൊ നമുക്കിതാ ഇതിൽ 1 സ്പൂൺ അരിപ്പൊടി ഇടാം. ഒന്നല്ല, ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ഇടാം കേട്ടോ. ഇതാണ്. ഇനി നമുക്ക് മൈദമാവ് ഫുള്ളാണ്. ഇത് പറഞ്ഞാൽ ഞാൻ തലയിൽ കൂടെ ഏത് പടത്തിലാണ് അതേപോലെ ആവുന്ന തലയിൽ കൂടെ. അപ്പം നമുക്കതിൽ ഇതാ കുറച്ച് മൈദമാവ് 1.5 സ്പൂൺ മൈദമാവ് ഇട്ടിട്ടുണ്ട്. രണ്ടും സമാസമം മതിയാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഓഫ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം പാവായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒന്നുകൂടെ നമുക്ക് ചൂടാക്കാം. കാരണം ഒരു പച്ചവെള്ളം ഒഴിച്ചില്ലേ, അതുകൊണ്ട്. വീഡിയോ ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിതിൽ മൈദമാവ് ഇട്ടിട്ടുണ്ട്. മൈദമാവ് ഇട്ടിട്ടുണ്ട്, അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലൂടെ സ്വല്പം മഞ്ഞപ്പൊടി ഇടണ്ട. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് നമ്മൾ ഓപ്ഷനിൽ വെച്ചാൽ മതി. കളർ പൊടി ചേർന്നേക്കാട്ടും നല്ലത് ഇത് ചേർത്ത് വെക്കാം. നമുക്ക് അതിൻ്റെ കളർ കിട്ടും. ഓക്കെ, അത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം ഉപ്പിടണം. ഒരു ചീരി ആ മധുരവും ഉപ്പും കൂടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വല്പം ഞാനിടും. ഒരു നുള്ളിൽ ഒരു പിഞ്ച് ഉപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്വല്പം ജീരകപ്പൊടി ഇടാം. എവിടെയാണ് ജീരകപ്പൊടി? എവിടെ അയാൾക്കപ്പൊടി എടുക്കുക. നമ്മുടെ ശർക്കര പാവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഫസ്റ്റ് റെഡിയാക്കണം. എന്നിട്ട് അവിടേക്കുള്ള ജോലി. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇനി എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? മൈദമാവ്, അരിപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ഏലക്ക ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. ഏലക്ക നമ്മളിത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. സ്വല്പം ഏലക്കപ്പൊടി ഇടാം. ഇത് നമ്മളുടെ ജീരകപ്പൊടി. ജീരകമാണ്. എന്ത് ജീരകം? ജീരകപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കാം. ഓക്കെ, അപ്പുറത്തെ പണി നടക്കേണ്ട. അതിലേക്ക് സൗണ്ട് ഉണ്ടാവും. എല്ലാവർക്കും ക്ഷമിക്കുക.
നന്നായിട്ട് ശരിയാക്കി എടുക്കാം. നല്ല ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഒരു പരുവത്തിൽ കിട്ടണം. ആ ഒരു മാവിൻ്റെ ഇതാണ്. ഞാൻ പാത്രം മാറ്റിയെടുത്തു പോയി, അതാണ് പ്രശ്നമായത്. ഇത് കുറച്ച് വലുതായിട്ട് എടുക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇത് തന്നെ നമുക്ക് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് മിക്സിങ് ആക്കുക. ഒരു കട്ട പോലും പിടിക്കത്തില്ലതാ, നല്ല ഈസിയാണ് സംഭവം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലേക്കാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പണി നടക്കുന്നുണ്ട് വീടിൻ്റെ, അതുകൊണ്ട് പിന്നെ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് എനിക്ക്. ഈ ഒരു പരുവം ഞാൻ കാണിച്ചതാണ്. ഈ ഒരു ഇതിൽ വേണം ഈ മാവ് നമുക്ക് തയ്യാറാക്കാൻ. ഒരുപാട് വെള്ളം, അതായത് പഴംപൊരി ഉണ്ടാക്കുന്ന. അതെ, ഒരുപാട് വെള്ളം ആയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലേ? പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കണ്ടിട്ട് ഈ ശർക്കരപ്പാവ് ഒന്ന് അരിച്ചെടുക്കാതില്ലേ. അരിച്ചിട്ടില്ലെങ്കിലേ വല്ല മണ്ണും കല്ലൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ, ഇനി ഈ പാത്രത്തിലോട്ട് നമുക്ക് പാത്രം ആവശ്യമുണ്ട്. ഇത് കഴുകണ്ട, അത് തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എടുത്ത് ഇവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ വേവിച്ച് വെച്ച് ചെറുപയറുണ്ടല്ലോ, ചെറുപയർ നല്ലപോലെ വെന്ത് ഒതുങ്ങിയിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അധികം തന്നെയാണ്. ഞാൻ ഒരു കപ്പ് ഇട്ടതാണെങ്കിൽ 10 പീസിന് തിന്നാനുണ്ടാവും, അതുകൊണ്ട് വേണ്ട. കിട്ടുന്നുണ്ടീ, കിട്ടില്ലയോ എന്ന് ഡൗട്ടില്ല. ഇനി നമ്മൾ ഈ ചെറുപയറിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം പാകു വെച്ച് ആ പാത്രത്തിലോട്ടിന് ഇടണം നമുക്ക്. കാരണം വേറൊരു പാത്രം എക്സ്ട്രാ എടുക്കണ്ട, അതുകൊണ്ടാണ്. ഇതിലോട്ടന്നെ ഇട്ടിട്ടുണ്ട്. തേങ്ങ വേണം, തീർച്ചയായും കറിയും. അതിന് നല്ല ഭംഗിക്ക് കുഞ്ഞു ചെറുക ചെറുവിട്ട് കാണിക്കാം. ചെറുതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ശർക്കര പാവ് കഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. ഓക്കെ, ശർക്കര പാവ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഒന്ന് കയ്യിലെടുത്തിട്ട് ആക്കിയാൽ നന്നായിരുന്നു കഴിയുമോ? ഇവിടെയാണെങ്കിൽ പണിത് തരില്ലേ അണ്ണന്മാരെ. മക്കളെ മഴ പെയ്തിട്ടാണ് മഴ പെയ്യുന്നതെന്ന് പറഞ്ഞു ആ കുട്ടി. ആരാണോ കുട്ടി? അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇനി ഇതായി വരണം. അതായത് ഒന്ന് കുറുകി വരണം. കുറുകയല്ല, ഒന്ന് ഫ്രൈ ആവണം. ഇത് പിന്നെ പോയി പായസം ആവുമെന്ന് എനിക്കറിയില്ല. പായസം ആയില്ലെങ്കിൽ നമുക്ക് സുഖേനാക്കാം. ഇത് ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ രീതിയിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. റബേ എങ്ങനെ ആവോ? നല്ല ചൂടുണ്ട്. മീൻകുട്ടി വന്നിട്ടുണ്ട്. മീനുമാ വേഗം മേലായിട്ട് ഓടി വരൂ. കിട്ടുണ്ടോ? കിട്ടുന്നു. അപ്പം നമുക്ക് ഇതിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ചെറുപയറ് നമ്മൾ ശർക്കരപ്പാവൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ അത് ഇതായിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ നമുക്ക് ഇതിലോട്ട് ഇനി സ്വല്പം ഏലക്ക പൊടിച്ചതിടാം. അതേപോലെ തന്നെ ഒരു മിനിറ്റ്, അതേപോലെ തന്നെ ഒരു സ്വല്പം ജീരകപ്പൊടി എടുത്തിടാം. ഇതിട്ടിട്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഇതായിട്ടില്ലേ, ഇതൊന്ന് നല്ല പോലെ ഇതൊന്ന് ഇതാവട്ടെ. ഇതൊന്ന് നമുക്ക് വറ്റി കിട്ടണം കേട്ടോ. അതായത് നല്ലപോലെ ഒന്ന് കുറുകി നമുക്ക് ആ ഒരു സുഖേൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ഇതാവണം പോലെ കിട്ടണം. ഇതൊന്ന് ഇതാവട്ടെ. ആ പെണ്ണവിടെ എന്തോ പറഞ്ഞ അറിയിട്ടുണ്ട്. അടുത്ത് വന്ന് വിളിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. നല്ല വാസന വരുന്നുണ്ട്. പാത്രം വേണ്ട, നല്ല ജോലി തന്നെ മാത്രം.
കൂട്ടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു സുഖേനാണ് ഉണ്ടാക്കുക. രേണുമ കുറച്ചോർക്കത്ത് പറയാം. ഒരു ഏട്ടൻ പറഞ്ഞില്ലേ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലെ ഇടയിൽ കൂടെ സംസാരിക്കണ്ട. ഓ ദീനണ്ണ അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു. ஓ அதனால தான் ரேணு பேசாம கம்முன்னு இருக்கிறாங்க. ஏன்னா நீங்க சொன்னீங்களாமா கமெண்ட் வழி ஒருத்தருங்க வேலை செய்யும்போது டிஸ்டர்ப் பண்ணக்கூடாதுன்னு. அப்படியா? അതായത് എന്താ പറയാ അവർക്ക് ഓടിയാട്ടെ ഇനി ഓഫിയാ മതി മതി നിർത്ത് മതി മാറി അപ്പൊ ഇത് ചൂടാറുണ്ട്. അല്ല ചൂടാറുണ്ട്. എന്താ ഇപ്പൊ നോക്കി നോക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ ഉടച്ചത് തേങ്ങയുടെ വെള്ളം ഞാൻ എപ്പോഴെങ്കിലും ഒരു ആടി അമാവാസിയെ കുടിക്കാറുണ്ട്. കുറിച്ച് നോട്ടം മധുരങ്ങൾ. ആ നിങ്ങളുടെ എല്ലായിടത്തും ഒരു ക്വസ്റ്റ്യൻ, തവള മൂത്രം ഒഴിക്കാത്ത വെള്ളം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. ബാക്കി ഞാൻ ലാസ്റ്റ് പറയുന്നത്. ഇപ്പം എന്തായാലും കുടിക്കാം. ഉത്തരം കമന്റ് ചെയ്യണ ഞാൻ പറയട്ടെ. എനിക്കറിയാം, ഞാൻ പറയട്ടെ. ശരി എന്തായാലും ചോദ്യം കളിക്കുന്നത് തേങ്ങ വെള്ളം നല്ല മധുരം ഉണ്ട് കേട്ടോ. ചൂട് തുടച്ച് തുടച്ച് തുണിയൊക്കെ കഴിക്കും. നല്ല കാറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഇവിടെ വെച്ചിട്ട് ചൂടാറണ്ടേ? വേറെ ആള് ആ ഫാനിന്റെ ചൂട് വെച്ചാൽ മതി. വേറെ ഫ്ലൈറ്റിക്ക് മാറ്റിയാലോ? അപ്പൊ നമുക്ക് ഇതിവിടെ ഞാൻ വേറൊരു ഫ്ലൈറ്റിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ബൗളാക്കി എടുക്കാം. ചൂടുണ്ട് അത്യാവശ്യം. എന്താ ഇങ്ങനെ നമ്മൾ കുഞ്ഞി കുഞ്ഞി ബൗളായിട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അല്ല ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നു. ഒരേ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബൗളാക്കി വെക്കുക. ഒരുപാട് എടുത്തിട്ട് എന്താ അറിയോ, ഇത് ഒരുപാട് വെള്ളം വന്നിട്ട് ഒരുപാട് കട്ടിയായിട്ട് പാവാവരുത്. അപ്പൊ പിന്നെ ഇത് ഒരുപാട് കട്ടിയാവും. ഒരു ലിമിറ്റായിട്ട് എന്താ പറയാ, ഒരു മീഡിയം. നമ്മൾ ഒരുപാട് മറ്റേ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൂട്ടുന്ന സമയത്ത് കൂട്ടാൻ കിട്ടില്ല. ഇത് പിന്നെ അത് ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ബുള്ളറ്റ് തമിഴ്നാട്ടിൽ എന്തുണ്ടോ ഇല്ലയോ ബുള്ളറ്റും ഉണ്ടാവും. അത് ഇവിടുത്തെ ഭയങ്കര ഇതാണ് കേട്ടോ. ശ്രീധരം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റാണ് അവിടെ എന്താണ് ഉള്ള കാര്യം ഞാൻ പറയണം. നമ്മൾ വല്ല നാട്ടിനെ കുറിച്ചൊന്നും പറയണ്ട. അല്ല, ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ആചാരങ്ങളല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എത്ര പാവപ്പെട്ടവരായിട്ടുണ്ടെങ്കിലും ബുള്ളറ്റ് കൊടുക്കണം. ബുള്ളറ്റ് അല്ലടാ, ഏതെങ്കിലും ഒരു വണ്ടി, ബൈക്ക്, അതൊരു ബൈക്ക്. അതെ, ഏതെങ്കിലും ഒരു വണ്ടി. ബുള്ളറ്റിന് ഞാൻ പറഞ്ഞു നോക്കായിപ്പോയി. എൻ്റെ വീട് വരുന്നു. ഇനി സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ അപ്പോഴേക്കൂടെ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്കവിടെ ഉരുട്ടി വെക്കാം. അയ്യോ, അവിടെ നിന്ന് ചീന മാടം വെച്ചിട്ട് വന്നു. ഇവിടെ നല്ല മഴത്തിൽ പോകണം. നമുക്കിനി എണ്ണ ഒഴിക്കാം. എല്ലാം കിട്ടേണ്ടതെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഒഴിക്കുന്നു. കിട്ടണ്ട വേണമോ? മഴ വരുമോ? മഴ വരും. മഴ വരാതെ എന്ത് വെള്ളമാവും? മഴക്കാലമാണ്. ഇവിടെ എത്തിയില്ലാന്നേ ഉള്ളൂ. കുറച്ച് വൈകി വന്നാണെങ്കിൽ സന്തോഷം. കാരണം തോന്നുന്നില്ല വൈകി വരുന്നു. പഠിക്കണ്ട. ജോത്സ്യം പ്രവചിച്ചു. അപ്പോൾ അതാ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും ഉരുട്ടി വയ്ക്കാം. ഇനി കുറച്ച് നേരം ഓഫ് ചെയ്തോ. കാരണം പറയൂ, അവർക്ക് ബോറടിക്കട്ടെ. വേണു ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ. ഹെൽത്തി സ്നാക്സ് കറുകട്ടെ ചെറുതായിരുന്നു. എങ്ങനെയും ഒന്നിട്ടില്ല. എന്തെന്താണ് പടപടപ്പെടാന്ന് പൊട്ടുന്നേ? വീഡിയോ ഇതൊക്കെ പൊട്ടുന്നു. ഇതാ നല്ല ബൗൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ അപ്പുറത്ത് നമ്മുടെ മാവ് ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് പണി ഇതാ ഇങ്ങനെ വന്നാൽ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതാ പിന്നെ നമുക്ക് പണി ചെയ്യാം. ഒട്ടി വെച്ചതിന് മകളെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് മകള. ഈ മഴയും കൂടി ഞാൻ തോറ്റുള്ളത്. മാവിലോട്ട് ഇതാ നമ്മളിവിടെ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിനെ ഇങ്ങനെ ഒന്ന് മുക്കാം. എന്നിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ ഇടാം. ഇടി വെട്ടണു. മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ മുക്കുക. ഇല്ല എണ്ണ കുറവാണ്. സിമ്മാക്കി വെക്കായിരുന്നു. കരിയുന്നതല്ല. ഒന്ന് ഇളക്കി വരുമ്പോൾ സ്ലോ ആക്ക്. അവിടെ
സൂപ്പർ മീനുമാ സൂപ്പർ ക്യാമറാമാൻ മീനുമാണ് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഖിയൻ നല്ല തിളന്ന് തിളയ്ക്കുന്ന ഞാനിപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഓടിപ്പോയിട്ട് വീട്ടിൽ ചായയും കൊണ്ട് വേഗം വരിക. അപ്പോൾ നമുക്ക് നല്ല ചൂട് സുഖിയനും ചായയും കൂടെ കുടിക്കാം. അല്ല രേണുമാ? അവർ ചായ എടുത്തിട്ട് വരും, നമുക്ക് സുഖിയൻ എടുത്തിട്ട് പോവാം. അതെ. അപ്പോൾ ഇതാ നല്ല ആയിട്ടുണ്ട്. നമുക്കിനി മെല്ലതിനെ എടുക്കട്ടോ. ഞാൻ സിമ്മാക്കി വെച്ചതാണ്. ഈ മീനിക്കുട്ടിയുടെ ക്യാമറ എടുക്കണേണ്ട. സൂപ്പർ സൂപ്പർ. ഇതൊക്കെ കാണിച്ചു പോപ്പാ ഞാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതാ വന്നിട്ടുണ്ട്, ഇതിനെ എടുക്കാം. ഓക്കെ. വേണമോ പാലെടുത്ത് ചായ വെക്കാൻ വേണ്ടി അവിടെ പോയില്ല. അവിടെ പോയോ ഇതാ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ മാവ് കേട്ടല്ലേ സുഖിയൻ റെഡി. ഷേപ്പിലൊക്കെ ചിലപ്പോൾ വല്ല വ്യത്യാസം വരും, ഒക്കെ ക്ഷമിക്കുക. சூப்பரா இருக்கா? சூப்பரா இருக்கா? எப்படி இருக்க? நல்லா இருக்கா? நல்லா இருக்கா? രേണു ഓടിപ്പോയി, അവിടേക്ക് ഓടിപ്പോയി കളിക്കും. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മളിതാ ഇതിലിങ്ങനെ എടുക്കാം. എൻ്റെ മീൻകുട്ടി കണ്ട, എൻ്റെ മീൻകുട്ടി വന്നാൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മീൻകുട്ടി അടിപൊളിക്കാൻ അങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കും. കൂടി കിടക്കാം. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ഇടുന്നു. ഓക്കെ. അങ്ങനെ എടുത്തു, ഇങ്ങനെ മുക്കുന്നു, ഇങ്ങനെ ഇടുന്നു. ഓക്കെ. ഇങ്ങനെ എടുക്കുന്നു. എൻ്റെ മീൻകുട്ടിയുള്ളപ്പോൾ ഞാൻ എന്തിനെ പേടിക്കണം? എന്താ? അതിനാണ് പറയുന്നത് എൻ്റെ മീൻകുട്ടി വേണം എന്ന് പറയുന്നത്. എടുക്കുന്നു. ചുട്ടിട്ട് വയ്യ, ഞാൻ എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇടുന്നു, എടുക്കുന്നു, ഇടുന്നു. ഇത് കൂടുതലായാൽ ശരിയാവില്ല. മതി, അതധികം. ഇനി ഞാനൊന്ന് കൈ കഴിയട്ടെ. ഇവിടെ മഴ വരുന്ന പോലെ ക്ലൈമറ്റ് ഇപ്പോൾ ഇതൊന്നും റെഡി ആയിട്ടില്ല. ഒന്നിച്ച് പിടിച്ചെടുത്തു കുട്ടി. ഓരോ കൈയിട്ട് വേവിച്ചെടുക്കും കുട്ടി. എണ്ണ ഒഴിച്ചപ്പോൾ കളിച്ചില്ലേ? എൻ്റെ മീനിക്കുട്ടി എടുത്തത് സൂപ്പർ. നിൽക്കണപ്പാ അവളെ ടേസ്റ്റ് നോക്കണൊക്കെ തുടങ്ങി. കാട്ടുമുണ്ട് വേഗം ഇനി ഒരു ട്രെയിൻ കിട്ടണമെന്നില്ല. കയ്യ വെച്ച ഒന്നര മണിക്കൂറായിട്ട് ഇതേ ജോലിയിൽ കുട്ടി ക്ഷീണിച്ചു. കുട്ടിയുടെ പലഹാരം ഉണ്ടാക്കുമ്പോൾ കറക്റ്റാക്കി എടുത്ത് ഞാൻ എനിക്ക് ആരാണ് എനിക്ക് ആരും ഇങ്ങനെ പോയി ഞങ്ങളുടെ പൈസ പാട്ടിട്ട് ഓണറാവുമെന്ന് എനിക്ക് ഡൗട്ടില്ലെന്നില്ല. ഇങ്ങനെ പോക്ക് എവിടേക്കാണ്? പോക്ക് കുറച്ച് കൂടെ ഉണ്ട്. നേരെ കൊണ്ടു പോയിട്ട് തനിയെ വേവിട്ടാ, അത് തനിയെ വേവും. ഇത് ടേസ്റ്റ് പ്രത്യേകം നമുക്ക് നോക്കണം. അങ്ങനെയാണ്. ഓക്കെ. ഈ സൈഡ് കൂടെ കൊണ്ടുപോകും. ഞാൻ പോയാൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങും മക്കളെ, തുടങ്ങും. കറക്റ്റായി കഴിഞ്ഞു, എല്ലാം കറക്റ്റായി. മാവ് കറക്റ്റായി, ഇതും നോക്കണം, എല്ലാം കറക്റ്റായി. ഓക്കെ. അത് നടു പോയാൽ പോയി. കറക്റ്റ് നമുക്ക് എത്ര എണ്ണം കിട്ടുന്നറിയോ? ആ കപ്പിന് 1/2 കപ്പ് എടുത്തു ചെറുപയർ, അതായത് നമ്മൾ വെള്ള കുഞ്ഞ് ബൗളിന് കറക്റ്റ് 18 എണ്ണം വന്നിട്ടുണ്ട്. 18 പീസ് റെഡി. ഇപ്പോൾ ചായ വെക്കേണ്ടിയാണ്. മഞ്ഞങ്ങളായി പിന്നെ ചായ കൂടെ വെച്ച് കഴിഞ്ഞാൽ സമാധാനം. ഒഴിയിലും ഇല്ല. എല്ലാം കറക്റ്റായി, മാവ് കറക്റ്റായി, ഒന്നും വെച്ചില്ല. രണ്ടുപേരും കൂടെ ലവ് പண்றீங்களா? അവരല്ലെങ്കിൽ വൈഫ് പോയി കിടന്നു. അപ്പോൾ അത് ഹസ്ബൻഡ് പോകണു. എന്നാൽ നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട്. ആനോടാമത്തെ പോയിട്ട് വാ. എന്താ അഴകി വാ, നമുക്കിനി അങ്ങോട്ട് പോവാം. റെഡി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എങ്ങോട്ട് പോവാം? ഹാളിലോട്ട് പോവാം. ചായ അവിടെ തിളയ്ക്കുന്നത് കാണിക്കും.
ചായ തരത്തില്ല, ചായ അല്ല, അത് പാലാണ്. പാല് വേഗം ചായ കുടിക്കും, വേഗം കുടിക്കാം. ചായ കാണിച്ചു തരാം. ചായ ഇപ്പൊ കിട്ടുമോ? അതുപോലെ തന്നെ ഇരിക്കാം, അത് നല്ലത്. അപ്പോൾ ഇരിക്കാം. ശരിയാ, നോക്കിയേ. ഇനി ഞാൻ ചായ എടുത്തു തരാം. പ്രിയം ചായ. ഓക്കെ, പിന്നെ വേഗം വരൂ, വേഗം വരൂ. ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുകൊണ്ട് പറയണേ മീൻകുട്ടിയെ കാണിക്കുമ്പോൾ. അപ്പോൾ രേണു ചോദിക്കുക അങ്ങനെ ഉണ്ടോ എന്ന്. കമൻറ്റ് ഓഫ് ആവുന്നുണ്ട്. ക്യാമറ ഓണാക്കി വിടുന്നുണ്ട്. വേഗം എടുക്കുക. വെളിച്ചം പോകണോ വരുന്നു. നല്ല മഴ വരുന്നുണ്ട്, പക്ഷെ പെയ്യോന്ന് അറിയില്ല. ചായപ്പൊടി ഇടാം. ചായ വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പാല് തകരെ തിളപ്പിക്കുക, അതുകൂടെ ചായപ്പൊടി ഇടുക, എന്നിട്ട് ഇതാ പഞ്ചസാര എടുക്കുക. പറഞ്ഞു കൊടുക്കണം, പഞ്ചസാര ഇട്ടാ പഞ്ചസാര വേണമെങ്കിൽ ഇനി ഉപയോഗിക്കാം, എന്നിട്ട് ഇതവിടെ ഇങ്ങനെ നമ്മുടെ ചായ നന്നായി തിളയ്ക്കുക. വേഗം തിളക്കിയായേ കുട്ടി. സുഖിയർ റെഡിയായി, ഇനി വേണം കഴിക്കാം. വേഗം വേഗം തിളക്കട്ടെ. തിളച്ചേക്ക് പോകും ചെയ്യും. ഇതാ ഞാൻ ഒരുപാട് ഞാൻ കാണിക്കില്ല. ചായ നന്നായി തിളക്കട്ടെ, സ്ട്രോങ് ആവണം. ഞാൻ പോട്ടെ, അതിൽ കൊണ്ടുവരാം. പൊയ്ക്കോളൂ. അതിന് വായിൽ വെക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹായ് പറ, ഹായ് പറ. ഹായ് പറഞ്ഞാൽ നിനക്കൊരു സാധനം തരും ഞാൻ. സാധനം വേണോ? സാധനം വേണോ? സാധനം വേണോ? ആ ഡങ്കരേ ഗടേ ബാലാണ് ഡങ്കരേ. എടുത്തു. ഹായ് അതാണ് പറയണേ, കീക്കീന്ന്. ഓക്കെ, എല്ലാവരും വരൂ. ഇതാ നമ്മൾ ചായ കുടിക്കാനിരുന്നു. ഞാൻ നിങ്ങളോട് ചായ എടുത്തിട്ട് വരാൻ കുറച്ച് പ്രശ്നം. നിങ്ങൾ എനിക്ക് ചായ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ വന്നിരിക്കുന്നത് ചായ. അപ്പോൾ ചായ കുടിക്കാം. നമുക്ക് സ്വാദിഷ്ടമായ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചായ കുടിച്ച് സുഖിയൻ ടേസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ മീൻ കൂട്ടി കൊടുക്കാം. ഓക്കെ, സ്വാദിഷ്ടമായ സുഖിയൻ എടുക്കുക. ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ മീൻ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ? കഴിച്ചിട്ട് മീനുമ പറയും എന്താണ് എൻ്റെ സംഭവാഗി എന്ന് നമുക്കൊന്ന് നോക്കട്ടെ. സൂപ്പർ ആയിട്ട് നോക്കൂ. ഞാൻ ഊട്ടിത്തരാം. കാണിക്കേ കഴിക്കാൻ തന്നു കാണി. എന്താ വായി സൂപ്പർ സൂപ്പർ. എല്ലാവരും എടുത്ത് നോക്കിയാണ് അതിൻ്റെ മാവ് ഇച്ചിട, അത് ചുമ്മാ ഇട്ടതാണ് മാവ്. അടിപൊളി. പിന്നെ സൂപ്പർ. എനിക്ക് ചായ കുടിച്ചിട്ട്, എനിക്ക് ചായ കുടിക്കുമ്പോൾ അങ്ങനൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ചായ കുടിക്കട്ടെ. നീ പാൽ കുടിച്ചിട്ട് കഴിക്കുക. വേഗം ഇട്ട് നന്നായിട്ടടി, നന്നായിട്ട് കഴിഞ്ഞ് ചായ അതെ ചായ കുടിച്ചിട്ട് മതം വയ്ക്കാം. ഞാൻ പൊതുവെ ചായ കുടിക്കുമ്പോൾ അങ്ങനൊന്നും കഴിക്കാറില്ല. നിങ്ങൾ മാത്രം ചായ കുടിക്കുന്നുണ്ടോ? അതിനെന്താ ചെയ്തെന്ന് അറിയാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ട കുടിക്കുന്ന പാല്. നീ ചായ കുടി, നിനക്ക് പാൽ കുടിക്കും. കുടിയിട്ട് കലക്കി വെച്ചിട്ട് വേണമാ. നല്ല സ്ട്രോങ് ചായ, ഒരുപാട് സ്ട്രോങ് ആവരുത്. സൂപ്പർ. അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്യാം. എന്താ അഭിപ്രായം? കഴിച്ചിട്ട് പറയാം. നന്നായി തന്നെ കഴിച്ചല്ലോ. ചായ കുടിച്ചു എന്നാ കൂടെ ചായ. ഓക്കെ, പിന്നെ ചായ കുടിച്ചിട്ട് കാണാം. ഇല്ല മീനുമ കുടിക്കൂ, വേറെ പാൽ കുടിക്കൂ. കുട്ടീനെ കൊടുത്തിട്ടേ കുടിക്കുള്ളൂ ഞങ്ങള്. നിങ്ങൾ വിശക്കുമ്പോ തനിയെ കഴിച്ചോളൂ കേട്ടാ. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് ഒന്ന് കഴിച്ചിട്ട് കാണാം. മീൻ കൂടി ഒന്ന് കഴിക്കട്ടെ. വേഗം വരട്ടെ. എക്സ്പ്രഷൻ വരാൻ പറഞ്ഞാൽ നീ എന്താ ആലോചിക്കണു? സൂപ്പറാണോ? സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് ഇച്ചിരി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.